ഹലോ അസ്സലാമലൈക്കും ചങ്ങന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കുറേ ആൾക്കാർ നമ്മളോട്ട് എൻക്വയറി ചെയ്തിരുന്നു. ഇന്നോവ നമ്മൾ യൂട്യൂബിൽ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിരുന്നു. ഇന്നോവ നല്ല വണ്ടി കിട്ടേണ്ട. അതുപോലെ സ്വിഫ്റ്റ് നമ്മൾ മെയിനായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്വിഫ്റ്റ് ആയിരുന്നു. നല്ല കിടിലം 2009 സ്വിഫ്റ്റും അതുപോലെ 2007 കിടിലം കേരളത്തിൽ റിയ നല്ലൊരു കിടിലം ഇന്നോവ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞാലോ. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്നോവ തുടങ്ങാം അല്ലേ? ഇന്നോവ അങ്ങനെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞാണ്. 2007 നല്ല കിടിലം വണ്ടി അല്ലേ? ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? G3 G4 കൺവേർട്ട് ചെയ്ത വണ്ടി അല്ലേ? ഏകദേശം ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് അല്ലേ? വണ്ടി ഓടിയിട്ടുണ്ട്. ഇന്റീരിയർ ആണെങ്കിൽ എക്സ്റ്റീരിയറിലൊക്കെ നല്ല വൃത്തിയുണ്ടല്ലോ, കുഴപ്പമില്ലാത്ത വൃത്തിയും കാര്യങ്ങളും. സെൻട്രലൈസ് മറ്റേ സെൻട്രലൈസ് ഇല്ല, G4ന്റെ അതേ സെൻട്രലൈസിനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല കിടിലൻ അലോവിയിലും ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനാണ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും അപാകതകളുണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് പറയാനില്ല അല്ലേ? ഇല്ലല്ലേ? ഇവിടെ ഇതിൻ്റെ ഇതൊന്നും തുറന്നാണ് നിങ്ങൾ എഞ്ചിൻ റൂം ഒന്ന് ആൾക്കാർ പ്രഷർ ഒന്ന് കണ്ടോട്ടെ. പിന്നെ അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ അല്ലേ? നമ്മളൊരാൾ ഇത്രയും ദൂരത്ത് നിന്ന് ചിലപ്പോൾ ആളുകളൊക്കെ പ്രവാസികളായ ആളുകൾ ചിലപ്പോൾ ഒന്നായിട്ടുണ്ട്, ചിലപ്പോൾ പൈസ അയച്ചതിന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വണ്ടി കാണാനും സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ടേ തുറക്കുമ്പോൾ തന്നെ നല്ല ആ വണ്ടീൻ്റെ കറക്റ്റ് സൗണ്ട് വരുന്നുണ്ടല്ലേ നമ്മൾ തുറക്കുമ്പോൾ? അയ്യോ നല്ല വൃത്തിയിൽ പുതിയ ബാറ്ററിയും കാര്യങ്ങളുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അതൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയാൽ ഒന്ന് പിന്നെ ഒരു കുഴപ്പമാവാതെ ഞാൻ പിടിച്ചോണ്ട് നിങ്ങൾ നോക്കിയാൽ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നിലവിലിപ്പോൾ ഞാൻ വണ്ടി ഒന്ന് നോക്കി വേറെ അപാകതകളൊന്നും പറയാനില്ല. കുറ്റി പൊട്ടിയ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. നല്ല കിടില സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഈ നല്ലൊരു കിടിലം വണ്ടിയാണ്. 2007 27 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് എത്ര വരെ ഉണ്ട്? ഇൻഷുറൻസ് ഇപ്പോൾ പുതിയ ഈ മാസം എടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്രയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? 2,40,000 റുപ്യ കിട്ടിയാൽ ഈ വണ്ടി കൊടുക്കുന്ന പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ സമീർ ഖാനെ കോൺടാക്ട് ചെയ്യാം അല്ലേ? ഒരു കിടിലൻ 2009 VDI വണ്ടി അല്ലേ? സ്വിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ വണ്ടി അല്ലേ? എന്താ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞതാണ്? 2009 വരെ പേപ്പർ, 2009-29 വരെ പേപ്പറും കാര്യങ്ങളില്ല. നല്ല ക്വാളിറ്റി വണ്ടിയില്ലേ? 1,30,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. VDI ഓപ്ഷനാണ്. നല്ല കിടിലൻ LCD കാര്യങ്ങൾ, AC ഒക്കെ നല്ല തണുപ്പല്ലേ? സിസ്റ്റം കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപാകതകളൊന്നും ഇപ്പോൾ നിലവിൽ പറയാനില്ല. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറൊരു അപാകതകളൊന്നും ഇപ്പോൾ നിലവിൽ പറയാനില്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയില്ല ഒരു വണ്ടി കേട്ടോ സ്വിഫ്റ്റ്. നല്ലൊരു പാർട്ടിക്കൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കും. വേറെ വലിയ പരാതികളൊന്നും പറയാനില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വണ്ടി കേട്ടോ. 1,30,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ എക്സ്റ്റീരിയലാണെങ്കിലൊക്കെ നല്ല വൃത്തിയാണ്. വേറെ അപാകതകളൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാനില്ല. സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, വീഡിയോ ഓപ്ഷനാണ് വരുന്നത്. സിസ്റ്റം കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് തന്നെയാണ്. ടയർ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 80% ടയറും ഉണ്ട്. ഫ്രണ്ട് ഏകദേശം ഒരു 60% ടയർ ഫ്രണ്ടിലുണ്ട് കേട്ടോ. വേറെ അപാകതകളും ഇപ്പോൾ നിലവിൽ പറയാമല്ലോ. എഞ്ചിൻ റൂമോ ഒക്കെ മുട്ടോ അപാകതകളൊന്നുമില്ല. അപ്പുറമാണ് കുറ്റി പൊട്ടേ അങ്ങനത്തെ ലീക്കോ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലെ കണ്ടീഷനിലൊന്നും കാണാനില്ല കേട്ടോ. ക്രോസ് ബമ്പർ മാറി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി വണ്ടി. സമീർക്ക് എത്രയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം? 1,65,000 രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നെഗോഷ്യബിൾ അല്ലേ? നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് നിങ്ങൾ നല്ല ക്വാളിറ്റി കുറച്ച് കൊടുക്കൂലേ? അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. 2 വണ്ടികൾ നമ്മൾ കാണിച്ചു. ഇതേപോലെ ഒരുപാട് വണ്ടികൾ നമ്മൾ ചാനലിലൂടെ വരാനുണ്ട്. സാധാരണ നമ്മളെ വണ്ടികളെ കാണിക്കാറുള്ളത്. ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് വണ്ടി എത്തിച്ചേരുന്ന ആളാണ് സമീർക്ക. അതുപോലെ നല്ല വണ്ടികൾ നിങ്ങൾക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് സമീർ ഖാനായിട്ട് കോൺടാക്ട് ചെയ്ത് വണ്ടികൾ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്തത്. ഇതേപോലെ നല്ല വാഹനങ്ങൾ ഇനി നമ്മളെ ചാനലിൽ വരാനുണ്ട്.